എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നതാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിലവിൽ പല തർക്കങ്ങളും ഇത്തരം തർക്കങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് മന്ത്രി പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു തർക്കം ഭൂമി സംബന്ധമായിട്ട് നിലവിലുണ്ടെങ്കിൽ ഇതിലൂടെ നമുക്ക് ഭാവിയിൽ തർക്കം ഉന്നയിക്കാൻ അവകാശമുണ്ടാവില്ല എന്നുള്ളത് കൂടി വായിച്ചെടുക്കണം. അപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്ന ഈ അവസരം നമ്മൾ വിനിയോഗിക്കണം എന്ന് സാരം. സംസ്ഥാനം നിലവിൽ വന്ന ശേഷം ഇതുവരെ കേരളത്തിലെ സെറ്റിൽമെന്റ് നിയമം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത് വന്നു കഴിഞ്ഞാൽ ഹായ്, ഇന്നത്തെ ഈ വീഡിയോ ഒരു ന്യൂസ് ആണോ എന്ന് ചോദിച്ചാൽ അതെ. പക്ഷെ അതേപോലെ തന്നെ ഭൂ ഉടമകൾക്ക് ജാഗ്രത പാലിക്കാനുള്ള ഒരു ഇൻഫർമേഷൻ കൂടിയായിരിക്കും ഈ വീഡിയോ. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ഡിജിറ്റൽ റീസർവേയെ കുറിച്ചും അത് പൂർത്തിയായാൽ ഉണ്ടാവുന്ന ഭൂമിയുടെ ക്രയവിക്രയങ്ങളുടെ നടപടിക്രമങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും പറഞ്ഞിരുന്നു. ഇതില് പലരും ചോദിച്ചത്, എങ്ങനെ തർക്കങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആക്ഷേപം ഉന്നയിക്കാം, ഒപ്പം നമ്മുടെ ഭൂമിയുടെ സ്കെച്ച് എങ്ങനെ നമുക്ക് പരിശോധിക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ്. അതിനു മുൻപ് ഞാൻ വാർത്ത എന്ന് പറഞ്ഞ കാര്യം പറയേണ്ടതുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം. നമ്മുടെ ഡിജിറ്റൽ സർവേയുടെ 3ാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ചാത്തന്നൂര് വെച്ച് കഴിഞ്ഞ മാസം നടന്നിട്ടുണ്ടായിരുന്നു. അതില് റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇത് സംസ്ഥാനത്തെ 2ാം ഭൂപരിഷ്കരണമായിട്ട് മാറുന്ന രീതിയിലേക്ക്, അതായത് വിജയത്തിലേക്ക് അടുക്കുന്നു എന്നാണ് അദ്ദേഹം ആദ്യം സൂചിപ്പിച്ചത്. ഭൂവിനിയോഗവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങളും പരിഹരിക്കുന്ന മാതൃകാ സംസ്ഥാനമായിട്ട് കേരളം മാറും എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നതാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിലവിൽ പല തർക്കങ്ങളും, അതായത് അതിർത്തി സംബന്ധിച്ച തർക്കങ്ങൾ, ഭൂമിയുടെ വിസ്തൃതി സംബന്ധിച്ച തർക്കങ്ങൾ, അതായത് ഭൂമി കൈവശമുണ്ടാകും പക്ഷെ ആധാരത്തിൽ ഉണ്ടാവില്ല, അങ്ങനെ നിരവധി തർക്കങ്ങൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൂടാതെ വനത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂമികളാണെങ്കിൽ വനം വകുപ്പുമായിട്ടുള്ള തർക്കങ്ങൾ വേറെ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡിജിറ്റൽ സർവേ പൂർത്തിയായി കഴിഞ്ഞാൽ ഇത്തരം തർക്കങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ, നമുക്കെന്തെങ്കിലും ഒരു തർക്കം ഭൂമി സംബന്ധമായിട്ട് നിലവിലുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലത്തിന്റെ ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക്, അതായത് എന്റെ ഭൂമി എന്ന പോർട്ടലിൽ സർക്കാർ ഒരുക്കിയിരിക്കുന്ന സംവിധാനത്തിലൂടെ ആക്ഷേപം ഉന്നയിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ 249 വില്ലേജുകളുടെ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കി ഈ പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇനി തർക്കങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഭാവിയിൽ തർക്കം ഉന്നയിക്കാൻ അവകാശം ഉണ്ടാവില്ല എന്നുള്ളത് കൂടി വായിച്ചെടുക്കണം. അപ്പോ സർക്കാർ നൽകിയിരിക്കുന്ന ഈ അവസരം നമ്മൾ വിനിയോഗിക്കണം എന്ന് സാരം. ഇനി അടുത്ത ഒരു ന്യൂസ് കൂടി നമ്മൾ ഇതോടൊപ്പം കൂട്ടി വായിക്കണം. അതായത് സംസ്ഥാനത്ത് ഡിജിറ്റൽ റീസർവേയിൽ ഭൂമി അളവിൽ മിക്കയിടത്തും വ്യത്യാസങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ സർവേയിൽ കണ്ടെത്തിയ ഭൂവിസ്തൃതിയും വില്ലേജ് രേഖകളിലുള്ളതും തമ്മിൽ 40% ഇടങ്ങളിലും പൊരുത്തക്കേടുകളുണ്ട്. വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലും വനാതിർത്തിയിലുമൊക്കെ ഈ വ്യതിയാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് വരുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് വിസ്തീർണത്തിലെ വ്യത്യാസം ക്രമപ്പെടുത്തണമെങ്കിൽ പുതിയ സെറ്റിൽമെന്റ് നിയമം വേണം. ഈ നിയമനിർമ്മാണത്തിന് ശ്രമം തുടങ്ങിയിരിക്കുന്നു എന്ന് മന്ത്രി പറഞ്ഞു. അപ്പോ നിയമം വന്നു കഴിഞ്ഞാൽ തർക്കങ്ങൾ കഴിഞ്ഞു എന്ന് സാരം. ഇനി സെറ്റിൽമെന്റ് നിയമം എന്താണ് എന്ന് വെച്ചാൽ, ഡിജിറ്റൽ സർവേയിൽ ഒരു വ്യക്തിക്ക് അധിക ഭൂമി കണ്ടെത്തിയാൽ മറ്റ് പരാതികളോ അവകാശവാദങ്ങളോ നിയമപ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ നികുതി അടയ്ക്കാൻ ഉടമയ്ക്ക് അവസരം നൽകും. ഇതിനായിട്ട് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കും. അതിന്റെ അടുത്ത ഘട്ടമായാണ് ഇത്തരം ഭൂമി ഉടമയ്ക്ക് കൈവശം വെക്കാൻ അനുമതി നൽകുന്ന സെറ്റിൽമെന്റ് നിയമം കൊണ്ടുവരുന്നത്. ഇനി ഈ സെറ്റിൽമെന്റ് നിയമത്തിന്റെ ചരിത്രം കൂടി നിങ്ങൾ അറിയണം. അതായത് തിരുക്കൊച്ചിയിലാണ് മുൻപ് സെറ്റിൽമെന്റ് നിയമം വന്നിട്ടുള്ളത്. അതായത് കേരള സംസ്ഥാനം നിലവിൽ വന്ന ശേഷം ഇതുവരെ സെറ്റിൽമെന്റ് നിയമം ഉണ്ടായിട്ടില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഡിജിറ്റൽ റീസർവേ വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയാണ്. അതിൽ നമ്മളും ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ്. ഇനി ഒന്നുമില്ലെങ്കിലും ആ എൻ്റെ ഭൂമി എന്ന ആ പോർട്ടലിൽ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രദേശത്ത് ഡിജിറ്റൽ സർവേ കഴിഞ്ഞതാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുമെങ്കിലും ചെയ്യും. കാര്യങ്ങളൊക്കെ ഒന്നറിയാലോ. അപ്പോൾ ബൈ ബൈ.